ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം 1/2 ഗ്ലാസ് ചൂട് പാലെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല ചൂട് പാൽ വേണം എടുക്കാൻ. കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കേക്ക് ടിന് റെഡിയാക്കി എടുക്കണം. ബട്ടർ പേപ്പർ വെച്ചിട്ട് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദമാവ് എടുക്കാം. മാവ് അളന്നെടുക്കുമ്പോൾ വേറൊരു കപ്പ് കൊണ്ട് കോരിയിട്ട് അളവ് കപ്പിലേക്ക് ഇട്ട് വേണം മാവ് ഇളക്കാൻ. അതിനുശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേണം മാവ് അളന്നെടുക്കാൻ. 240 ml കപ്പിൽ 1/4 കപ്പാണ് വേണ്ടത്. 1 കിലോ കേക്കിന് 1/4 കപ്പ് മാവ്. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് വെക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വെക്കണം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. 1 പ്രാവശ്യം ഇപ്പോൾ അരിച്ചിട്ടുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം കൂടെ അരിച്ചെടുത്ത് വയ്ക്കാം. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ആദ്യം മുട്ട മാത്രം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് കുറേശ്ശായിട്ട് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി ഒരു 1/2 മിനിറ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ലോ സ്പീഡിലിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാവൂ. ഓയിൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് മാവ് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ചേർക്കുമ്പോൾ കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഒരുമിച്ച് മാവെല്ലാം കൂടെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യരുത്. കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കണം. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. ഒരുപാടങ്ങ് ബലം കൊടുത്തൊന്നും മാവിട്ട ശേഷം ഇളക്കി കൊടുക്കരുത്. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. മാവ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മാവ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ടൊന്ന് ഫോൾഡ് ചെയ്യാം. മാവ് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് OTGയിലാണ് ഉണ്ടാക്കുന്നത്. OTG പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. OTGയിലേക്ക് വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിലും കുക്കർ നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിരിക്കുന്നത് ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1 കിലോ കേക്കാകുമ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീം ഇതുപോലെ ലൂസായിട്ട് ശേഷം മാത്രമേ ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാവൂ. കട്ടയായിട്ടിരിക്കുമ്പോൾ എടുക്കരുത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ വിപ്പിംഗ് ക്രീമിന് കുറച്ചുകൂടെ ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ചേർത്തത്. അത് വേണ്ടെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. മുകൾ ഭാഗത്തുള്ള സ്കിന്ന് പോലുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. ഇനി 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് സ്റ്റാൻഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം വെക്കേണ്ടത് ഏറ്റവും മുകളിലത്തെ ലെയറാണ്. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര, നന്നായിട്ട് വെള്ളം തിളച്ച ശേഷം പഞ്ചസാര ഇട്ട് അലിച്ചെടുത്താൽ മതി. അതാണ് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ വയ്ക്കണം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ചെറി വയ്ക്കാം. ഞാൻ ചെറിയൊന്നും വയ്ക്കുന്നില്ല, ചോക്ലേറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. നന്നായിട്ട് നനച്ച് കൊടുക്കണം. രണ്ടാമത്തെ ലെയറിലും ചോക്ലേറ്റ് വയ്ക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിലും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. സൈഡും നന്നായിട്ടൊന്ന് ക്രീം വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒരുപാടങ്ങ് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് വയ്ക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഒരുവിധം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചോക്ലേറ്റ് ചിപ്സ് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ വെക്കുന്നതായിരിക്കും സൗകര്യം. നിറയെ പൊതിഞ്ഞെടുക്കണം. കേക്ക് മുഴുവനും നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. മുഴുവനും ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ നോസിൽ വെച്ചിട്ട് സൈഡിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. മുഴുവനും ഞാനിതുപോലെ ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു അച്ച് വെച്ചിട്ട് അതിന് ഉള്ളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു 3-4 എണ്ണം ഇതുപോലെ ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.